ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ വെജ് മക്പഫിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ബെൽ പെപ്പർ, പനീർ ചെറിയ കഷ്ണങ്ങളാക്കിയതും, ഗ്രീൻ പീസ് ഇവയെല്ലാം ചേർത്ത് മസാല കൂടെ ചേർത്താൽ അതിൽ സ്റ്റഫിങ് റെഡിയാവും. മസാലയ്ക്ക് ചില്ലി ഫ്ലേക്സ്, പെപ്പർ പൗഡർ, ഒറിഗാനോ സീസണിങ്, ടൊമാറ്റോ സോസ് അല്പം ഇതെല്ലാം ചേർത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് റെഡിയാക്കാവുന്നതാണ്. അതിനുശേഷം ബ്രെഡ് സ്ലൈസ് എടുക്കുക. ഞാനിവിടെ 4 സ്ലൈസ് എടുത്തിട്ട് സൈഡെല്ലാം കട്ട് ചെയ്യണം. ഇതുപോലെ കട്ട് ചെയ്യുക. നാല് സൈഡും കട്ട് ചെയ്യണം. അതിനുശേഷം നമുക്ക് ചപ്പാത്തി പോലെ പരത്തേണ്ടതാണ്. ഈ സ്ലൈസിനെ നന്നായി പരത്തുക. പിന്നീട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്റ്റഫിങ് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുക. നടുവിലായിട്ട് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ചീസിൻ്റെ സ്ലൈസ് ഒരു കഷ്ണം, ചീസ് സ്ലൈസായിട്ട് അരിഞ്ഞിട്ടും ചേർക്കാം, അതല്ലെങ്കിൽ ഒരു കഷ്ണം ചീസ് സ്ലൈസ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി അല്പം വെള്ളം നനച്ച് അതിൻ്റെ സൈഡെല്ലാം ഒട്ടിച്ച് മടക്കിയിട്ട് ഒട്ടിക്കുക. ഇതുപോലെ സൈഡെല്ലാം നന്നായി ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ഒന്നും കൂടെ എടുത്ത് ഒരെണ്ണം കൂടെ എടുത്ത് അതിലും നിറയ്ക്കുകയാണ്. സ്റ്റഫ് ചെയ്ത് അല്പം ചീസ് സ്ലൈസും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി വെള്ളം തട്ടിച്ച് ഇനി ഞാനിത് എയർ ഫ്രയറിലാണ് കുക്ക് ചെയ്യുന്നത്. എയർ ഫ്രയറിൽ ഒരു 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് വെച്ചാൽ മതിയാവും. നിങ്ങളുടെ മക്പഫ് അപ്പോഴേക്കും റെഡിയാവും. അതല്ല ഡീപ്പ് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എയർ ഫ്രയറിലാണ് കുക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതാ നല്ല വെജ് മക്പഫ് റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു.